ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു അഫ്ഗാനി ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. തീരെ പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ കേട്ടോ. ഇനി ഞാനൊരു കാഷ്നട്ട് ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. കാരണം കാഷ്നട്ട് എത്ര കൂടുതൽ ഇട്ട് കൊടുത്താൽ അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് സോക്ക് ചെയ്തതാണ്. അത് ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായി നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പും തൈരും കൂടി അടിച്ചത് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലും ആണ് കേട്ടോ. ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂൺ ഇടണം. എൻ്റെ വലിയ ടീസ്പൂണാണ്. അതിലേക്കൊരു വലിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഞാൻ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. എരിവ് കുറവുള്ളവർക്ക് 1 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ ഇടേണ്ട ഒരു സാധനമാണ് കേട്ടോ കസൂരി മെത്തി. അത് ഞാനൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു മണമാണ്, ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന സാധനം. നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് നല്ലതുമാണല്ലോ, ഉലുവയുടെ ഇലയിലല്ലോ. അപ്പോൾ അതൊരു 2 ടീസ്പൂണോളം ഇതിലേക്ക് നമ്മളെ ചിക്കൻ കൊടുക്കുക. വലിയ പീസായിട്ടുള്ള ചിക്കനെ കൊടുക്കണമായിരുന്നു, ചെറിയ പീസാക്കിയത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി തിരുമ്പി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇനി നമുക്കിതിൽ ഈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് ഇരിക്കട്ടെ. അപ്പം നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കനെ നമ്മൾ ആ പാനിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ള പേസ്റ്റില്ലേ അതിൻ്റെ ബാക്കി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനാവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ പാകത്തിന് ഞാൻ നല്ല കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിൽ ചെയ്യാം. ഞാൻ ഇത്ര ഗ്രേവിയിലാണ് എടുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാത്തവർ നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില വിതറി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.